Assalamualaikum guys, here technics YouTube channel ഒരു പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും ഒരിക്കൽ സ്വാഗതം. ഗയ്സ് നമ്മൾ വന്നിരിക്കുന്നത് Z59 Ultra എന്ന ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഒരു ഫുൾ അൺബോക്സിംഗ് വീഡിയോ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നതൊക്കെ. ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ബോക്സ്. കാണാൻ പറ്റുന്ന അടിപൊളിയായിട്ട് ബോക്സിൽ വരുന്നൊരു കിടിലൻ മോഡൽ സ്മാർട്ട് വാച്ചാണ് Z59 Ultra എന്ന ഒരു സ്മാർട്ട് വാച്ച്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബോക്സ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ബോക്സിൽ കാണാൻ പറ്റും Z59 Ultra എന്നിവർ എഴുതിയിട്ടുണ്ട്. അഥവാ നമ്മുടെ വാച്ചിൻ്റെ നെയിമാണ് Z59 Ultra എന്നൊരു. അതുപോലെ തന്നെ ഒരു വാച്ചിൻ്റെ ഒരു അൾട്രാ മോഡൽ വാച്ചിൻ്റെ ഒരു ഫോട്ടോ ഐക്കൺ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ കുറച്ച് ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് വരുന്നുണ്ട്. NFC, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു K11 എന്ന റാം കാണിക്കുന്നുണ്ട്. എന്താണെന്ന് ഒരു RATL എന്ന ഒരു റാം കാണിക്കുന്നുണ്ട്. അതിന് 128GB റാം, അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് കാണിക്കുന്നുണ്ട്. പിന്നെ സ്പോർട്സ് കോഡ്, അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ QR കോഡിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് നമുക്ക് വയർലെസ് ചാർജിങ് ഓപ്ഷനാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. ഇതിന് RD ഫിറ്റ് എന്നൊരു ആപ്ലിക്കേഷനാണ് ഇത് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് ബ്ലാക്ക് കളറാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിന് കാരണം മെയിനായിട്ട് ബോക്സിൽ നിന്ന് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും സ്മാർട്ട് വാച്ച് നേരിട്ട് നമ്മുടെ വാച്ചിൻ്റെ ഒരു നെയിം എന്നുള്ളതാണ് സ്മാർട്ട് വാച്ച്. മറുഭാഗത്ത് സ്മാർട്ട് വാച്ച് സ്പേസ് അലൂമിനിയം കേസ്, അതുപോലെ തന്നെ 49mm അഥവാ 49mm കേസ് വരുന്ന മോഡലാണ് Z59 Ultra എന്ന ഈ ഒരു സ്മാർട്ട് വാച്ച്. ഓക്കെ, അതുപോലെ തന്നെ ഈ ബാക്കിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വാച്ചിൻ്റെ മോഡൽ നെയിം, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് iOS നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു QR കോഡ് ഒരു വലുതാക്കി തന്നെ കൊടുത്തിട്ട് സ്കാൻ ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ബോക്സിൽ ഇത്രയും കാര്യങ്ങൾ പരിചയപ്പെടുത്തണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ടൈം നമുക്കൊരു യൂസർ മാനുവൽ കാണാൻ പറ്റും. Z59 Ultra എന്നൊരു സ്മാർട്ട് വാച്ചിൻ്റെ ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. അപ്പോൾ വാച്ചിൻ്റെ ഫുൾ കണക്റ്റിംഗ് സെറ്റിങ്സ്, എങ്ങനെ യൂസ് ചെയ്യുക, എങ്ങനെ തീംസ്, സെറ്റിങ്സ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിൽ യൂസർ മാനുവൽ സഹായത്തോടെ നമുക്ക് ഗൈഡിൻ്റെ കൂടെ സഹായത്തോടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ ചൈന ലാംഗ്വേജിൽ അവിടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് സിമ്പിളായിട്ട് റീഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ ട്രൂലി വയർലെസ് ചാർജിങ് ഓപ്ഷനാണ്. ചാർജർ വെക്കേണ്ട രീതി, അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്കിപ്പ് ചെയ്യാം. ഓക്കെ, then നമുക്ക് നമ്മുടെ വാച്ച് ഡിവൈസാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി സ്ട്രാപ്പ് വാച്ചിൽ ആഡ് ചെയ്ത രീതിയിലാണ് നമുക്ക് ബോക്സിൽ കാണാൻ പറ്റുന്നത്. മറ്റുള്ള വാച്ചുകൾ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് സ്ട്രാപ്പ് സെപ്പറേറ്റ് വരാറുണ്ട്. ഓക്കെ, then നമുക്ക് ത്രൂലി വയർലെസ് ചാർജറാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ചാർജർ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കേബിളാണ്. അതുപോലെ തന്നെ നല്ല പക്ക മാഗ്നറ്റിക് ആണ്. നല്ല പവറായിട്ട് നിൽക്കുന്ന ഒരു മാഗ്നറ്റിക് പവർ ഉള്ളത് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് ജസ്റ്റ് നമ്മൾ എവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ വാച്ചിൽ നിന്ന് തെറിച്ച് പോകുന്ന ഒരു സീനും കാര്യങ്ങളൊന്നുമില്ല. നല്ല കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു മോഡൽ വയർലെസ് ചാർജിങ് ഓപ്ഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ അൾട്രാ മോഡൽ ഡിവൈസ്. കാണാൻ പറ്റും Z59 Ultra എന്നൊരു മോഡൽ. ടോട്ടലി നല്ലൊരു അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു സിലിക്കണിൻ്റെ സ്ട്രാപ്പാണ് നമുക്ക് വാച്ചിൻ്റെ കൂടെ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതൊക്കെ. എന്തുകൊണ്ട് നല്ല പെർഫെക്റ്റ് ക്വാളിറ്റി ഉള്ള ഒരു സിലിക്കണിൻ്റെ സ്ട്രാപ്പിനാണ്. റീഫിൽ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, റീഫിൽ ചെയ്യാം. അതുപോലെ തന്നെ അൾട്രാ മോഡൽ സ്പെഷ്യലി ഓഷ്യൻ സ്ട്രാപ്പ്, അതുപോലെ തന്നെ ആലിപ് ലൂപ്പിൻ്റെ സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ വരാം. ഒരു പ്രൈസ് റേഞ്ചിലുള്ള എല്ലാ ക്വാളിറ്റി വരുന്ന സ്ട്രാപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് എടുത്ത് പറയുന്നത് ഇതിൻ്റെ ഡിസൈനാണ്. അതുപോലെ ഫുൾ സ്ക്രീൻ വരുന്ന ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസൈൻ സെയിം ഒരു ആപ്പിൾ വാച്ച് 8 Ultra ഡിസൈൻ നൽകാനും ഫുൾ സ്ക്രീനാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൈഡിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഒരു സ്ക്രോളിംഗ് ബട്ടൺ, സ്ക്രോളിംഗ് പവർ ബട്ടൺ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ തന്നെ തൊട്ടടിയിൽ ഒരു മൈക്കിൻ്റെ ഗ്യാപ്പിന് എക്സ്ട്രാ ഒരു പവർ ബട്ടൺ ഉണ്ട്. ഓക്കെ, ഈ മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആക്ഷൻ ബട്ടൺ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീക്കർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 4 ഹോളും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ബാക്ക് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വാച്ച് നെയിം, അതുപോലെ തന്നെ അലൂമിനിയം കേസ്, IP67 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നോർമലായിട്ടുള്ള സെൻസറും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത്രയും മെയിനായിട്ട് ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് നമുക്ക് ഇത്രയും കാലം മെയിനായിട്ട് പരിചയപ്പെടുത്തണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പവർ ബട്ടൺ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോറി, ഈ ബട്ടണിലെ അടിയത്തെ ബട്ടനാണ്. ഓക്കെ, ഈ ബട്ടൺ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകും. ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് ഹലോ എന്നാണ് കാണാൻ പറ്റുന്നത്. ഓറഞ്ച് കളർ, ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളറിൽ വരുന്ന ഹലോ എന്ന് കാണിക്കുന്നുണ്ട്. വാ, നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു Z59 Ultra നമുക്ക് എടുത്ത് പറയാം. നല്ലൊരു പക്കായിട്ട് വരുന്നൊരു കിടിലം നമ്മൾ ഡിസ്പ്ലേ ക്വാളിറ്റി. ലൈവ് വാച്ച് ഫേസ് ആണെങ്കിൽ കാണാൻ പറ്റും. നല്ലൊരു അടിപൊളിയായിട്ട് ഭംഗിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വാച്ച് ഫേസിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ജസ്റ്റ് കാണിക്കാം. ഓക്കെ, അതുപോലെ നമ്മുടെ കസ്റ്റം വാച്ച് ഫേസ് നമ്മുടെ ഫോട്ടോ വെച്ചിൽ ഫേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി Z59 Ultra അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ മുകളിൽ നിന്ന് അടിയൊക്കെ സ്ലൈഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ക്രോൾ ചെയ്യാം. ഓക്കെ, ഇതുപോലത്തെ ഇഷ്ടം പോലെ വരുന്ന വാച്ച് ഫേസ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അൾട്രാ മോഡൽ വാച്ച് ഫേസ് ആണ്. ടച്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ ഫേസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് 3 കളറിൽ വരുന്നുണ്ട്. ബ്ലൂ കളർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള വാച്ചുകളൊക്കെ 2 കളർ മാത്രമേ വരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് ബ്ലൂ കളർ സ്പെഷ്യലായിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു മെയിൻ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ഈ ഒരു മോഡൽ എടുത്ത് പറയുന്നത്. നല്ലൊരു അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി വന്നതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോഴൊക്കെ സെയിം ഒരു ആപ്പിൾ വാച്ച് ഒരു 8 Ultra യൂസ് ചെയ്യുന്ന ഒരു ഫീല് കിട്ടുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നമ്മൾ പരിചയപ്പെടുത്താൻ നല്ലൊരു ഹൈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മുകളിൽ നിന്ന് അടിക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ബ്രൈറ്റ്നസ് കൺട്രോളിംഗ് ആണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് ബ്രൈറ്റ്നസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ലൊരു ഫീച്ചർ തന്നെയാണ് ബ്രൈറ്റ്നസ് കൺട്രോൾ എന്നത്. അതിന് നമുക്ക് ഡയറക്റ്റ് നമുക്ക് സെറ്റിങ്സിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സ്കിപ്പ് ചെയ്യുന്നു. ഇത് നമുക്ക് മറ്റൊരു വാച്ച് സ്ക്രീൻ വിൽ കസ്റ്റമൈസ് കാണിക്കുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചറായിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് കൺട്രോളിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ഓട്ടോ ബ്രൈറ്റ്നസ് നിലക്കുള്ള സ്പെഷ്യൽ ഫീച്ചറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഫീച്ചറായിട്ടാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അതിന് പേയ്മെൻറ്റിൻ്റെ ഒരു പേയ്മെൻറ്റ് QR കോഡ് ആഡ് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ NFC അവൈലബിൾ ആണ് ബോക്സിൽ കാണിച്ചതുപോലെ തന്നെ NFC സ്പെഷ്യൽ ഫീച്ചർ. അപ്പോൾ ആപ്ലിക്കേഷൻ കണക്ട് നമുക്ക് QR കോഡ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, then നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ QR കോഡ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കാണിക്കാം. ഓക്കെ, QR കോഡ് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജസ് ആണ്. ഏകദേശം 20ഓളം വരുന്ന ലാംഗ്വേജസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. മറ്റുള്ള നിലയ്ക്ക് പിന്നെ നമുക്ക് വൈബ്രേഷൻ നമുക്ക് നോർമലാക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഫോണിൻ്റെ ആപ്ലിക്കേഷൻ്റെ QR കോഡാണ്. നമ്മൾ ബ്ലൂടൂത്ത് പേർക്കണത് നമുക്ക് മ്യൂസിക് പ്ലേ ആണ്. അതുപോലെ ഡാർക്ക് മോഡ് വന്നിട്ടുണ്ട്. ഓക്കെ, സ്ലീപ്പ് ന്യൂസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നമുക്ക് മെയിൻ കൺട്രോൾ സെൻറ്ററിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ നമുക്ക് ചാർജിൻ്റെ പെർസെൻറ്റേജ് കാണാൻ പറ്റും. ബ്ലൂടൂത്ത് പെയർ കണക്റ്റ് ആണെന്നെങ്കിൽ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇടത് ഭാഗത്ത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെൻ്റ്ലി യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ തന്നെ ലോക്കിൻ്റെ ഒരു ഫീച്ചർ ഉണ്ട്. ലോക്ക് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഥവാ നമ്മുടെ വാച്ച് ഫേസ് ആകുമ്പോൾ എന്ത് ചെയ്യും ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഡയൽ ലോക്ക് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡയൽ ലോക്കാണ്. അപ്പോൾ നല്ലൊരു ഫീച്ചറിനാണ്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സൈഡ് ബട്ടൺ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇടത് ഭാഗത്ത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബട്ടൺ നെക്കി കഴിഞ്ഞാൽ അൺലോക്ക് ആയിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. വാച്ച് ഫേസ് ലോക്കിൻ്റെ ഒരു നല്ലൊരു ഫീച്ചർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫീച്ചറായിട്ടാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. എന്തുകൊണ്ട് നല്ല പെർഫെക്റ്റ് മോഡൽ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ നമുക്ക് വേണ്ടി എടുത്ത് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മെനു സീൽ കുറിച്ചൊന്ന് പരിചയപ്പെടാം. അതൊരു റൗണ്ട് മോഡൽ വരുന്ന മെനു സീൽസാണ്. ഏകദേശം 5-6 വരുന്ന മെനു സീൽസ് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഡബിൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെനു സീൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ്, ലാഗ്ലെസ് ടച്ച് തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വർക്കിംഗ് തന്നെയാണ്. ഓക്കെ, ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു കിടിലൻ മോഡൽ മെനു സീലാണ്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി അതിന് ലാഗ്ലെസ്, അതായത് സ്മൂത്ത് വർക്കിംഗ് ആണ്. ഈ ഒരു വാച്ച് നമുക്ക് മെയിനായിട്ട് എടുത്തുകൊണ്ട് ഈ ഒരു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ലൊരു ക്വാളിറ്റിയുള്ള മോഡൽ സ്മാർട്ട് വാച്ചിന് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഈ ഒരു മോഡലിന് Z59 അൾട്ര എന്ന ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഇതാണ് നമ്മുടെ സ്മാർട്ട് സ്റ്റൈൽ. ഓക്കെ, ആപ്പിൾ വാച്ചിലേക്ക് വരുന്ന പോലെ സ്മാർട്ട് സ്റ്റൈൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ആണ് കാണാൻ പറ്റും. ജസ്റ്റ് നോ ലാഗ് എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു ലാഗും ഇല്ലാത്ത വളരെ പെർഫെക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്മാർട്ട് സ്റ്റൈൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ കയ്യിലൊക്കെ വെച്ച് യൂസ് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാലും ഒരു ആപ്പിൾ വാച്ച് സ്മാർട്ട് സ്റ്റൈൽ ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ വെച്ചാണ് സൂം ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്ന ഒരു ഫീച്ചർ, അതൊക്കെ എല്ലാം ഒരു ആപ്പിൾ വാച്ചിൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ നല്ലൊരു ഫീച്ചറായിട്ടാണ് അനുഭവപ്പെട്ടിരിക്കുന്ന എല്ലാ ഫീച്ചറും അവിടെ ഉൾപ്പെടുത്തി എന്നുള്ളത് മറ്റൊരു പ്രത്യേകത നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ലാഗ്ലെസ് ആയിട്ടുള്ള ഒരു കിടിലൻ മോഡൽ സ്മാർട്ട് വാച്ചിനാണ് Z59 അൾട്ര എന്ന സ്മാർട്ട് വാച്ച് വന്നിരിക്കുന്നത്. ഈ വാച്ചിൻ്റെ ബട്ടൺ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് പവർ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് മെനു സീൽക്കാണ് പോകാൻ പറ്റുന്നത്. ഓക്കെ, സൈഡത്തെ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ഓഫ് ആക്കുന്ന രീതിയിൽ ഓൺ ആക്കാനും മറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സൈഡ് ബട്ടൺ വന്നിട്ടുണ്ട്. അതിന് ബാക്ക് അടിക്കാൻ നമുക്ക് ആ ഒരു ബട്ടൺ യൂസ് ചെയ്യാം. ഇതിന് ആക്ഷൻ ബട്ടൺ വന്നിരിക്കുന്നത് സൈഡ് കീ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്സ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കസ്റ്റംസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്ത് രീതിയിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. സ്പോർട്സ് കോട്ടൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അൾട്രാ മോഡൽ നിലക്ക് തന്നെ ഹാർട്ട് റേറ്റ് ചെക്കിങ്, ടോട്ടൽ സ്റ്റെപ്സ്, അതുപോലെ കാൽഷ്യസ് അങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് അതോടുകൂടെ സെൻസറിൻ്റെ സഹായത്തോടെ നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് സ്പോർട്സ് മോഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് പെർഫെക്റ്റ് ഒരു സ്പോർട്സ് മോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ വരുന്ന ഫീച്ചർ എന്ന് പരിചയമാണ്. ഫസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ BT കോളിംഗ് ആണ്. അപ്പോൾ വാച്ചിന് ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റും. കോൺടാക്ട് നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. കോൾ ലോങ്സ് നമുക്ക് ബ്ലൂടൂത്ത് പെയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ലിസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ആവുന്നതാണ്. പിന്നെ ഡയൽ പാഡ് ആണ്. ഡയറക്റ്റ് നമുക്ക് ഇതിന് ബ്ലൂടൂത്ത് പെയർ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പെയർ ചെയ്ത് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് കോൾ സെറ്റപ്പ് നിലയ്ക്ക് കോൾ സെറ്റിങ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ SOS ആണ്, അഥവാ പവർ സേവിങ് ആയിട്ടുള്ള ഒരു SOS സ്പെഷ്യൽ ഫീച്ചറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എമർജൻസിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് SOS. പിന്നെ സ്പോർട്സ് കോഡ് പരിചയപ്പെടുത്തി. പിന്നെ ടോട്ടൽ ഡാറ്റാസ് ഉണ്ട്. ടോട്ടൽ ഡാറ്റാസാണ്. ടോട്ടൽ സ്റ്റെപ്സ്, അഥവാ നമ്മൾ വാച്ച് കയ്യിൽ കിട്ടിയാൽ എത്ര നടന്നു, ഏകദേശം 7 days വരെയുള്ള അപ്ഡേഷൻ നമുക്ക് ഈ ഒരു വാച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടോട്ടൽ സ്റ്റെപ്സ്, അതിൻ്റെ കൂടെ കാൽഷ്യസ്, ഹാർട്ട് റേറ്റ് ഒക്കെ നമ്മൾ ടോട്ടലി ചെക്ക് ചെയ്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, then നമുക്ക് ഇതിൻ്റെ ഒരു സ്ലീപ്പ് മോഡ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ പ്ലേ മോഡാണ്, അഥവാ ബ്ലൂടൂത്ത് പെയർ കണക്ട് ചെയ്യണം. പിന്നെ ഹാർട്ട് റേറ്റ് ചെക്കിംഗ് ആണ്.
അപ്പോൾ സെൻസറിൻ്റെ സഹായത്തോടെ നമുക്ക് ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു അടിപൊളി സിഗ്നലൊക്കെ തന്നെയാണ് നമുക്ക് വാച്ചിലെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നത്. സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹാർട്ട് റേറ്റ് കഴിഞ്ഞു. അവിടെ ബ്ലഡ് പ്രഷർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്രീത്ത് വന്നിട്ടുണ്ട്. വെതർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ബ്രീത്താണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോ ട്രാക്സ് വന്നിട്ടുണ്ട്. ട്രാക്കാണ് നമുക്ക് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആലിപേ, പിന്നെ കലണ്ടർ വന്നിട്ടുണ്ട്. നമ്മളെ ആപ്ലിക്കേഷൻ്റെ QR കോഡാണ്. പിന്നെ ഡയറക്റ്റ് നമുക്ക് സെറ്റിങ്സ് വന്നിട്ടുണ്ട്. സെറ്റിങ്സിൽ നമുക്ക് ഡീപ്പായിട്ടുള്ള സെറ്റിങ്സ് തന്നെ വന്നിട്ടുണ്ട്. സോളിഡ് ടൈം നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഒരു സ്പെഷ്യൽ ഫീച്ചർ തന്നെയാണ്. സോളിഡ് ടൈം നമുക്ക് എത്ര സെക്കൻഡ് വരെ നമുക്ക് ചെയ്യുകയാണെന്നുള്ളതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്രീൻ ഓഫ് ടൈമാണ്. ഓക്കെ, ഞാനിവിടെ 15 സെക്കൻഡ് ജസ്റ്റ് 20 സെക്കൻഡിലേക്ക് മാറ്റിയിട്ട് ഞാൻ റൈസ് ടു വേക്കപ്പാണ്. വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. റൈസ് ടു വേക്കപ്പ് നമുക്കിത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റ് കാണാൻ പറ്റും. ഓക്കെ, നല്ല ഫാസ്റ്റായിട്ട് നല്ല വർക്ക് ചെയ്യുന്ന ഒരു റൈസ് ടു വേക്കപ്പ് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ നമുക്ക് ബ്രൈറ്റ്നസ് കൺട്രോളാണ്. ബ്രൈറ്റ്നസ് കൺട്രോൾ നമുക്ക് നേരത്തെ പരിചയപ്പെടുത്തിയാണ്. സ്ക്രോളിങ്ങിൽ കിട്ടില്ല. ഓക്കെ, നമുക്ക് ടച്ച് ചെയ്ത് നമുക്ക് ബ്രൈറ്റ്നസ് നമുക്ക് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സൈഡിക്കാണ് നേരത്തെ പഠിച്ച ആക്ഷൻ ബട്ടണാണ്. സൈഡിക്ക് ഡബിൾ ടൈപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഒറ്റ പ്രസ്സിൽ നമുക്ക് ഏത് വേണമെന്നുള്ള നമുക്ക് ജസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമുക്ക് ഡബിൾ ടൈപ്പിൽ ജസ്റ്റ് പ്രസ്സിലും കാര്യങ്ങളാക്കുമ്പോൾ കൺട്രോൾ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ പ്രസ്സാണ്. പക്ഷേ ഒറ്റ പ്രസ്സിൽ നമുക്ക് ഹാർട്ട് റേറ്റ് ചെക്കിംഗ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഡു നോട്ട് ഡിസ്റ്റർബ് ആണ് എല്ലാ സ്മാർട്ട് വാച്ചിൽ വരുന്ന ഫീച്ചർ തന്നെയാണ്. അതിന് വൈബ്രേഷൻ്റെ ആ ഒരു ക്വാളിറ്റി എത്ര വരെ വേണമെന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പാസ്വേഡ് സെറ്റ് ചെയ്ത് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ലാംഗ്വേജ് ആണ്. പിന്നെ ടൈം സെറ്റിങ്സ് വന്നിട്ടുണ്ട്. വാച്ചിന് ഡയറക്റ്റ് നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം 12 ഹവർ 24 ഹവർ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ദെൻ റീസെറ്റ് പാക്റ്റ് ഉണ്ട്. റീബോട്ട് വന്നിട്ടുണ്ട്. പിന്നെ പവർ സേവിങ് ഉണ്ട്. SOSലേക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നോ SOS കണക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഐഫോണായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ഫീച്ചർ കാണാൻ പറ്റും. പിന്നെ Z59 അൾട്ര നമ്മുടെ വാച്ചിൻ്റെ നെയിം നമുക്ക് കാണാൻ പറ്റും. ഇത് വേർഷനിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, Z59 അൾട്ര അതുപോലെ തന്നെ അതിൻ്റെ ഒരു മോഡൽ നെയിമും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നിന്ന് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ഫീച്ചറിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വേർഷൻ ഏതാണെന്നുള്ള നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ വേർഷൻ നെയിം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. Z59 അൾട്ര എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കളർ ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് സെയിം ഒരു ഫോണിലൊക്കെ വരുന്ന സ്പെഷ്യൽ ഫീച്ചറാണ്. അതിൻ്റെ ഒരു ബ്ലാക്ക് കളർ, ഗ്രീൻ കളർ, റെഡ് കളറൊക്കെ വർക്കിംഗ് ആണോ എന്നുള്ള നമുക്ക് സെറ്റ് ചെയ്യുന്ന രീതി. അതുപോലെ തന്നെ സെറ്റപ്പിൽ നമുക്ക് ടച്ച് വർക്കിംഗ് ആണ്. ടച്ച് റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന നമുക്ക് നോക്കാൻ പറ്റുന്ന തന്നെയാണ്. അപ്പോൾ നല്ലൊരു സെറ്റപ്പ് തന്നെയാണ്. ഇതൊന്നും ഒരു സ്മാർട്ട് വാച്ചിന് വരാത്ത സ്പെഷ്യൽ ഫീച്ചറാണ്. ഇത്രയും നല്ല വാച്ചിൻ്റെ ഒരു സിസ്റ്റം കാര്യങ്ങൾ, വാച്ചിൻ്റെ ടച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആണോ വർക്കിംഗ് ആണോ അറിയാൻ ചെക്ക് ചെയ്യുന്ന രീതി. പിന്നെ മദർ സെറ്റ് ഇല്ല. ഓക്കെ, ടെസ്റ്റ് മറ്റുള്ള കാര്യം ജസ്റ്റ് വേറെ എന്തൊക്കെ സെറ്റിങ്സ് വരുന്നുണ്ട്. സെൻസർ വർക്കിംഗ് ആണ്. ഹാർട്ട് റേറ്റ് സെൻസർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡൽ നെയിം ഓക്കെ, തന്നെ സെറ്റപ്പ് മോഡൽ നെയിം തന്നെയാണ് വരുന്നത്. വേർഷൻ സെറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ സ്പീക്കറാണ്. സ്പീക്കർ ക്വാളിറ്റി. ഓക്കെ, പിന്നെ മൈക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ സൗണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പവർ സേവിങ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് മോഡൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് ഇതിൽ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്ന രീതിയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഫീച്ചറായിട്ടാണ് അനുഭവപ്പെട്ടത്. ഇതുവരെ ഒരു വാച്ചിലും വരാത്തത് Z59 അൾട്ര എന്നൊരു സ്മാർട്ട് വാച്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നല്ല പെർഫെക്റ്റ് ക്വാളിറ്റി വരുന്ന കിട്ടില്ല മോഡൽ സ്മാർട്ട് വാച്ച് തന്നെയാണ് Z59 അൾട്ര എന്ന ഈ ഒരു മോഡൽ സ്മാർട്ട് വാച്ച് വന്നിരിക്കുന്നത്. ഫുൾ റിവ്യൂ നമ്മൾ ഈ ഒരു വാച്ചിൻ്റെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു മോഡൽ Z59 അൾട്ര എന്നൊരു സ്മാർട്ട് വാച്ച് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്ക് വെച്ചിട്ടുണ്ട്. നമ്മളെ വാട്സപ്പിൻ്റെ ലിങ്കാണ്. ഡയറക്റ്റ് നമ്മൾ ലിങ്ക് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിൾ പ്രൈസ് നമ്മൾ ഈ ഒരു മോഡൽ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. കേരളത്തിലെടുത്ത് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, 1-2 ദിവസത്തിൽ കേരളത്തിൽ എല്ലായിടത്തും ഡെലിവറി ആവുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ ബന്ധപ്പെടുക. അപ്പോൾ Z59 അൾട്ര ഒരു സ്മാർട്ട് വാച്ച് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നല്ല, ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള സ്മാർട്ട് വാച്ചിൻ്റെ ഫുൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ചാനലിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സ്മാർട്ട് വാച്ച് താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.